ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖ്ലൻ വഫഹ്മൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വലിവാലിദീന വലിഅസാതീദിന വലിമശായിഖിന വലിമുസന്നിഫി ഹാദൽ കിതാബി വർഹംഹും ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അപ്പോൾ നമ്മൾ ഓതാൻ പോകുന്നത് തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്ന കിതാബാണ്. ആദ്യം മത്തിന് കുറച്ചുണ്ട് ഓതാ. ആ മത്തിന് എഴുതിയ മഹാൻ തന്നെയാണ് ഇതിൻ്റെ ഷറഹും എഴുതിയത്. ഷറഹിന് പ്രത്യേക പേരിട്ടിട്ടൊന്നുമില്ല. നമ്മൾ ഫതുഹുൽ മുഈന് ഷറഹിൻ്റെ പേരാണ് ഫതുഹുൽ മുഈൻ. മത്തിനിൻ്റെ പേര് ഖുറത്തുൽ ഐൻ എന്നാണ്. മനസ്സിലായില്ലേ? എന്നതുപോലെ രണ്ട് പേരൊന്നും ഇതിനില്ല. തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്നുള്ള മത്തിനിന് മഹാനര് തന്നെ ഒരു ഷറഹ് എഴുതിയേക്കാണ്. ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹ്മദ് ദർദീരി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണിത്. ഇൽമുൽ ബലാഗത്ത്, അതാണ് നമ്മളെ ചർച്ച. അപ്പം നമ്മൾ ഈ കിതാബിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇൽമുൽ ബലാഗ, സാഹിത്യ ശാസ്ത്രം. ഇൽമുൽ ബലാഗത്ത് നല്ല ശ്രദ്ധിച്ചോളി. 3 വകുപ്പാക്കി തിരിച്ചൊക്കെയാണ്. ബലാഗത്ത് തിരിഞ്ഞെങ്കിലേ ഖുർആനിൻ്റെ ഇജാസ് അതോ അമാനുഷികത തിരിയുള്ളൂ. ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ് തിരിയണമെങ്കിൽ ഏത് തിരിയണം? ബലാഗത്ത് തിരിയണം, എന്നെങ്കിലേ തിരിയുള്ളൂ. അപ്പോൾ ഇൽമുൽ ബലാഗത്ത് തിരിയണമെങ്കിൽ ആദ്യം അതിന് 2-3 കിസ്മാക്കി ഇങ്ങനെ പിടിച്ചു കൊടുന്നെങ്കിലേ അതിൻ്റെ മുകൾക്കെത്താൻ കഴിയുള്ളൂ. അതിൻ്റെ 3 കിസ്മാണ്. ഒന്ന് ഇൽമുൽ മആനി, നല്ല ശ്രദ്ധിക്കണം. 1 ഇൽമുൽ മആനി, 2 ഇൽമുൽ ബയാൻ, 3 ഇൽമുൽ ബദീഉ. ഈ 3 കൂടുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? ഇൽമുൽ ബലാഗത്ത് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ശ്രദ്ധിച്ചില്ലേ? അതിൽ നിന്ന് നടുത്ത് മാത്രമേ ഈ കിതാബിലുള്ളൂ, അഥവാ ഇൽമുൽ ബയാൻ. അത് മാത്രമേ. അപ്പം എത്രാമത്തെ കിസ്മാണ് നമ്മളെ ചർച്ച? നടുത്ത് മാത്രമേ ഈ കിതാബിൽ പറയുള്ളൂ. ഇൽമുൽ മആനി ഇതിൽ പറയില്ല, ബദിഉം പറയില്ല. ഇൽമുൽ ബയാൻ എന്ന് അറിയുന്ന നടുത്ത് ഇല്ലേ, അത് മാത്രം അതിക്ക് എടുത്ത് വെച്ചേക്കാണ്. ഒരു ചെറിയൊരു കൊച്ചു കിതാബാക്കി ഉണ്ടാക്കിയേക്കാണ്. അതിന് ആ മത്തിന് മാത്രം നോക്കാം നമുക്ക് ആദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അള്ളാഹുവിനിക്കാണ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, സ്വലാത്തും സലാമും അവൻ്റെ റസൂലിൻ്റെ മേലുണ്ടാകുമാറാവട്ടെ. ആമീൻ. ഹാദിഹി റിസാലത്തുൻ ലത്തീഫത്തുൻ, ഇതൊരു കൊച്ചു കുറിപ്പാണ്. ഫീൽ മജാസി വ തശ്ബീഹി വൽ കിനായ. മജാസ്, തശ്ബീഹി, കിനായ എന്നീ 3 വിഷയങ്ങൾ വിവരിക്കുന്നതിലുള്ള ഒരു കൊച്ചു കുറിപ്പാണ്. അപ്പം എന്ത് മനസ്സിലായല്ലോ? കേട്ടോളി. ഇൽമുൽ ബലാഗത്ത് ആദ്യം 3 വരിയാക്കി. മആനി, ബയാന്, ബദിഉ. അതിൻ്റെ ബയാൻ എന്ന് പറഞ്ഞാൽ നടുത്തല്ലേ, അതിനെ 3 വരിയാക്കി. മജാസ്, തശ്ബീഹ്, കിനായത്ത്. ആ 3 വിവരിക്കുന്നതോടുകൂടി ഏത് കഴിഞ്ഞു? ഇൽമുൽ ബയാൻ കഴിഞ്ഞു, കിതാബോട് കഴിഞ്ഞു. എന്നാ കേട്ടോളി. എങ്ങനെയാണ് വിവരിക്കുന്നത്? അലാ സബീലിൽ ഇഖ്തിസാരി വൽ ഇഖ്തിസാരി. ഇഖ്തിസാറിൻ്റെ സബീൽ എന്ന് പറഞ്ഞാൽ ലഫ്ല് ചുരുങ്ങി മാന അധികരിക്കുക, മൂജസ് അറിയില്ലേ, ആ സബീലിൻ്റെ മേലിലും വൽ ഇഖ്തിസാരി പല വിഷയങ്ങളും ഒഴിവാക്കലിൻ്റെ മേലിലും ചുരുക്കി പറയുള്ളൂ. പരത്തി പറയില്ല. അത് പറയണത് തന്നെയും എങ്ങനെ? ലഫ്ല് ചുരുങ്ങി മാന അധികരിച്ച രൂപത്തിലും. മനസ്സിലായില്ലേ? ജഅൽതുഹ, ഈ കിതാബിനെ ഞാനാക്കി തുഹ്ഫത്തൽ ലിൽ ഇഖ്വാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റി. ഈ കിതാബിന് തുഹ്ഫത്തുൽ ഇഖ്വാൻ പേരിട്ടു എന്ന് പറഞ്ഞതിന് പകരം മൂപ്പര്
രണ്ടും ഒപ്പം ഉൾക്കൊള്ളിച്ചേക്കുകയാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന മാതിരി ഇതെൻ്റെ സഹോദരങ്ങൾക്ക് ഒരു കാഴ്ചവസ്തുവാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടെ തന്നെ അതിൻ്റെ പേരെന്താന്ന് മൂപ്പര് സൂചിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു ലി വലഹുമുൽ ഉജൂറ വൽ ഇഹ്സാൻ. അള്ളാഹു എനിക്കും എൻ്റെ ഇഖ്വാനിനും ഉജൂറും ഇഹ്സാനും ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അധികരിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഇൽം, നീ അറിയണം. അന്നൽ മജാസ, മൂന്നെണ്ണം പറയാനുള്ളത്, മജാസും തശ്ബീഹും കിനായത്തും. ഇനി വിഷയത്തിൽ കിടക്കുക. ഇൽം, നീ അറിയണം. അന്നൽ മജാസ, മത്തിന് മാത്രം വായിക്കുമ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. അന്നൽ മജാസ, നിശ്ചയം മജാസ് എന്നത്, അല്ലാതെ മജാസല്ലേ നമ്മൾ ആദ്യത്തെ ചർച്ച. ഈ മജാസ് ഓൻ്റെ വർത്താനം മജാസാണ്, ആലങ്കാരികമാണെന്നൊക്കെ പറയില്ലേ, ആലങ്കാരിക പ്രയോഗമാണെന്നൊക്കെ പറയില്ലേ. മജാസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് പറയേണ്ടതിലല്ലാതെ പറയുന്നതിനാണ് എന്താ പറയുക, മജാസ് അറിയാം. ഈ മജാസ് എന്നത് ഇമ്മായൂന ഫിൽ ഇസ്നാദി, ഒന്നുകിൽ ചേർത്തോർത്താണ് ഈ കാര്യം. ഒരു എന്നെ ഫായിലിനെ ഫീലും തമ്മിൽ അങ്ങോട്ട് ഒരു ചേർത്തോർത്തുണ്ടാവും. പിന്നെ ഇമ്മ ഫിൽ കെലിമത്തി, ഒന്നുകിൽ ഒറ്റ വാക്കിലായിരിക്കും മജാസ്, ഒന്നുകിൽ ഒറ്റ വേർഡിലായിരിക്കും, ചിലപ്പോൾ ചേർത്തോർത്തായിരിക്കും. ഇമ്മ ഫിൽ മുറക്കബി, ഒന്നുകിൽ ഒന്നായിട്ടുള്ള ക്രോഡീകരണത്തിലായിരിക്കും. മനസ്സിലായില്ലേ? 3 രൂപത്തിൽ വരും മജാസ്. ഒന്ന് ഒറ്റ വാക്കിൽ, മറ്റൊന്ന് ചേർത്തി കൊടുത്ത്, മറ്റൊന്ന് ഒന്നായിട്ടുള്ള പൊതുവായിട്ട് പ്രയോഗിച്ചു കൊടുത്ത്. 3 വിധത്തിൽ വരും. അത് 3ഉം പറയുമ്പോഴേക്ക് ഏത് കഴിയും? നമ്മൾ മജാസാണ്ട് കഴിയും. ഓരോന്ന് നോക്കുക. ഇനി ഒന്നാമത്തെ ആദ്യം പറയാം. ഫിൽ മജാസ് ഫിൽ ഇസ്നാദി, ഇസ്നാദിലുള്ള മജാസ് എന്ന് പറഞ്ഞാൽ ഹുവ, അത് ഇസ്നാദുൽ ഫീലി ഔ മാഫി മായനാഹു. നല്ലോണം ശ്രദ്ധിച്ചോളി. ഇവിടുന്നാണ് തിരിഞ്ഞാ ഓട് വരെ തിരിയും, ഇവിടുന്നാണ് പുകയായ ഈ ഫന്നെന്നാണ് മണ്ടി കയറാതെയാവും. നല്ല ശ്രദ്ധിച്ചോളി. എന്താണ് ഇസ്നാദിലെ മജാസ് പറഞ്ഞാൽ? ഹുവ, അത് ഇസ്നാദുൽ ഫീലി ഔ മാഫി മായനാഹു, ഫീലിനെയോ ഫീലിൻ്റെ മാനയുള്ള ഇസ്ഫായിൽ ഇസഫുൽ പോലത്തേനൊക്കെ ചേർക്കലാണ്. ഇലാ വൈരി മാ ഹുവലഹു, മാഹുവലഹു അല്ലാത്തതിലേക്ക് ചേർക്കലാണ്. ഈ ഫീൽ ആർക്കുള്ളതാണോ അല്ലാത്തതിലേക്ക് ചേർക്കുക. ശരിയല്ലേ? ഒരു പണിക്കാരൻ പാലുണ്ടാക്കിയ മന്ത്രി പാലുണ്ടാക്കിയ അറിയാം. ശരി, പറഞ്ഞ മനസ്സിലാവുണ്ടോ? ആരെയപ്പോൾ ലൈറ്റ് ഫിറ്റാക്കിയത്? ആദ്യം നമ്മളെ MLA ഫിറ്റാക്കിയാണ്. MLA കാര്യപ്പോൾ ഫിറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തത് ആർക്കുള്ള പ്രവൃത്തിയാണോ ആ ആളല്ലാത്തൊരാളിലേക്ക് കൊണ്ടുപോയി ചേർക്കുക. ഖുർആനിൽ ഒരുപടി പ്രയോഗിച്ചിട്ടുണ്ട് ഈ പ്രയോഗം. ഖുർആനിൽ ഈ പ്രയോഗം 1, 2, 8, 10 അല്ല, ആയിരക്കണക്കിന് സ്ഥലത്ത് ഇതേ രീതിയിലാണ് പ്രയോഗിച്ചത്. പക്ഷേ അത് എന്ത് തോന്നിയെന്ന് പറയാൻ പറ്റൂല. മനസ്സിലായോ? സെയ്ദ് മരിച്ചു പറഞ്ഞാൽ നമ്പർ മരിച്ചു അറിയാം, അത് പറ്റൊന്നുമില്ല. ഇന്ന് നോണ നല്ല പേര്. അതുകൊണ്ടാണ് പറയണത് ഇല്ലി മുലാബസത്തിൻ, ബന്ധമുണ്ടായതിന് വേണ്ടി. ഈ ഇത് ചേർക്കുമ്പോൾ ഒരു ബന്ധമാണ്. MLA ലൈറ്റ് ഫിറ്റാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ MLA ആയിട്ട് എന്ത് ബന്ധം? ഇവിടെ ഈ ലൈറ്റ് ഫിറ്റാക്കലിന് എന്തോ ഒരു ബന്ധമുണ്ട്, അല്ലാതെ വെറുതെ പറയില്ലല്ലോ. മൂപ്പര പണി എടുത്തിട്ടില്ലെങ്കിലും കരീനത്തും വേണം, ലക്ഷണം അടയാളം വേണം. എന്തിൻ്റെ അടയാളം? മാനിയത്തിൻ അന്നിറാദത്തിൽ ഇസ്നാദി ഇലാമാ ഹുവലഹു, ഇത് യഥാർത്ഥ ഫായിലേക്കാണ് ഈ ഫീലിനെ ചേർത്തിയത് എന്ന് ഉദ്ദേശിക്കലിനെ വിട്ട് തിരിക്കുന്ന ഒരു അടയാളം അളമാണ്. കേൾക്കണോന്ന് തിരിയണം, ഇത് യഥാർത്ഥ ഫായിലിനെ അല്ലട്ടോ ഇയാൾ ഫായിലാക്കി പറഞ്ഞത്, യഥാർത്ഥ കർത്താവിനെ അല്ല കർത്താവാക്കിയത് എന്ന് ഈ കേൾക്കുന്നോന് തിരിയാകുന്ന എന്തെങ്കിലും ഒരു കുത്തുകണിയായി വെക്കണം. ഈ പറയണോ വെക്കണം, ഇല്ലെങ്കിൽ പറ്റൂല. അല്ലെങ്കിൽ കളവ് പറഞ്ഞു എന്നാ പേര്. അല്ലെങ്കിൽ കേൾക്കണോ തെറ്റിദ്ധരിക്കൂലേ? കേൾക്കണോ തെറ്റിദ്ധരിക്കും. അപ്പം കേൾക്കുന്നവനക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ഞാൻ യഥാർത്ഥ ഫായിലിന് അല്ലട്ടോ പറഞ്ഞത്, ഞാനൊരു തിരിച്ചു ചെയ്യേണ്ട പറയണത് എന്ന് മനസ്സിലാക്കി തരുന്ന അടയാളം അവിടെ വേണം. ഏതായാലും ഒന്നാമത്തെ മജാസ് ഏതാണ്? മജാസു ഫിൽ ഇസ്നാദ്. അതിന് കുറച്ച് പേരുണ്ട്. വൈസമ്മ മജാസും ഫിൽ ഇസ്ബാത്ത്, അങ്ങനെ പേരുണ്ട്. മജാസുൽ ഇസ്നാദിന് മജാസുൽ ഇസ്ബാത്ത് എന്നും പേരുണ്ട്. ഇപ്പം എത്ര പേരായി? മൊത്തം 2. മൂന്നാമത്തെ പേര് മജാസൻ അഖ്ലിയൻ, മജാസ് അഖ്ലി എന്നൊരു പേരുണ്ട്. ഇസ്നാദം മജാസിയൻ, ഇസ്നാദം മജാസി എന്നും പേരുണ്ട്.
ഇനി മത്തിൽ പറയാത്തൊരു ഷറഹിൽ ഇനി മജാദിന് ഹുക്മിയെന്ന പേര് ഷറഹിലും പറയുന്നുണ്ട്. അപ്പോൾ മൊത്തം 5 പേരുണ്ടാവും. ഇനി അപ്പം എന്ത് വേണം? ഇല്ല മുലാബസത്തിൽ ബന്ധം ഉണ്ടായതിന് വേണ്ടി അറിഞ്ഞില്ലേ? ആ ബന്ധം ചർച്ച നടത്താഞ്ഞ് വലഹു ഇതിനുണ്ട് മുലാബസാത്തും ഷത്ത, വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ബന്ധം വേണം, ബന്ധം വേണം, ബന്ധമില്ലാതെ പറയാൻ പറ്റൂല അറിയില്ലേ? ഒരു 5-8 ബന്ധം ഞാൻ പറഞ്ഞു നോക്കിയാൽ നമുക്ക്. 1 ഇലാബിസു സമാന, കാലത്തിനോട് ബന്ധിക്കും. വസന്തം പുല്ല് മുളപ്പിച്ചു അറിയാം, കാലത്തിന് പിടിച്ച് ഫയലാക്കി എന്ന് പറയാം. വസന്തം പുല്ല് മുളപ്പിച്ചു, മനസ്സിലാണ്ടോ? വസന്തകാലം എന്ന് പറഞ്ഞാൽ കാലല്ലേ? ഇനി വൽ മക്കാന, മക്കാനോട് ബന്ധിക്കും. ശരി, ആ സ്ഥലത്തിനോട് ബന്ധിക്കുമ്പോൾ ആ സ്ഥലത്തിനെ പിടിച്ച് ഫയലാക്കും. പുഴ ഒഴുകി അറിയാം, പുഴയല്ല ഒഴുകുന്നത്, പുഴയിലോ വെള്ളമാണ് ഒഴുകുന്നത്. അപ്പോൾ മക്കാനെ പിടിച്ച് എന്താക്കി? ഫയലാക്കി. മനസ്സിലാണ്ടോ പറയണത്? ഇനി വൽ മഫ്ഊല, മഫ്ഊലിനോട് ബന്ധിക്കും. മാങ്ങ തിന്നു എന്നറിയാം, മാങ്ങ തിന്നു. പിന്നെ സബബ, സബബിനോട് ബന്ധിക്കും. കാനത്ത്, അതാണ് നമ്മൾ ഈ പറഞ്ഞ MLA എന്നൊക്കെ പറഞ്ഞത്. MLAൻ്റെ ആഹ്വാനം കാരണമാണ് ആര് പണിയെടുത്ത്? ഏറ്റവും പണിയെടുത്ത്. അപ്പോൾ ആ കാരണക്കാരനെ പിടിച്ചെന്താക്കി? ഫയലാക്കി. പിന്നെ ഇനി കുറച്ച് മിസാല് നമുക്ക് പറഞ്ഞു നോക്കുക. നഹാറുഹു, അവൻ്റെ പകൽ സായിമുൻ, നോമ്പുകാരനാണ്. അവൻ്റെ പകൽ നോമ്പുകാരനാണ്. പകലിൽ നോമ്പുകാരനാണ്, പകലല്ല നോമ്പുകാരനായത്. ഇനി നെഹ്റുൻ ജാരിൻ, ഒലിക്കുന്ന പുഴ, ഒലിക്കുന്ന പുഴയല്ല പക്ഷേ വെള്ളം പോകുന്ന പുഴയാണ്. ഈശത്തുൻ റാളിയ, സംതൃപ്തിയുള്ള ജീവിതം. ഖുർആൻ തന്നെ പ്രയോഗിക്കുന്നത് ഫഹുവഫി ഈശത്തിൻ റാളിയ എന്ന് ഖുർആനില്ലേ? ഈശത്തുൻ റാളിയ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയുള്ള ജീവിതം എന്നാ. ജീവിതത്തിന് എവിടെ മനസ്സ്? സംതൃപ്തി എവിടെ ഉണ്ടായാലും കൽബിലല്ലേ? അപ്പം ഈശത്തുൻ ജീവിതം, എങ്ങനെ ജീവിതമാണ്? റാളിയത്തുൻ, പൊരുത്തപ്പെടുന്ന ജീവിതം. നീ ജീവിതത്തിന് എന്ത് പൊരുത്തുണ്ടാക്കാൻ? ജീവിതത്തിനെവിടെ ബുദ്ധി? കാരണം മനസ്സിലാകണ്ടോ? ഈ വ്യക്തിക്കല്ലേ എന്ത് നടക്കുന്നത്? തൃപ്തിയുള്ളത്. അപ്പം ശരിക്കും മഫൂലാണ്. പിന്നെ സാനത്തിൽ അബാത്തിഹു, ചരക്കല്ല് ഭൂമി ഒലിച്ചു. ചരക്കല്ല് ഭൂമി എവിടെ ഒലിച്ചു? നീ ഭൂമി അടക്കല്ലേ. പിന്നെ വാഹറജത്തിൽ അറന്നു, ഭൂമി പുറത്തേക്കെടുത്തു. അസ്കാലഹ, അതിൻ്റെ അകത്ത് കുഴിച്ചു മൂടപ്പെട്ട വസ്തുക്കളെ ഭൂമി പുറത്തേക്ക് അടിച്ചു. മനസ്സിലായില്ലേ? ഭൂമിയല്ല പുറത്തേക്ക് അടിച്ചത്. പിന്നെ ഭൂമിക്കകത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിയപ്പോൾ ഒക്കെ പുറത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. വമ്പത്തെ റബീഉ, വസന്തകാലം മുളപ്പിച്ചു. അൽ വക്കല, പച്ചപ്പുല്ല് മുളപ്പിച്ചു. ബനൽ അമീറുൽ മദീനത്ത, രാജാവ് പട്ടണം നിർമ്മിച്ചു. പിന്നെ ഈ ആദി പറച്ചിലാണ് എന്ത് പറയാ? മജാസും ഫിൽ ഇസ്നാദ് എന്ന് പറയാം. ഇതൊക്കെ യഥാർത്ഥ ഫായിൽ അല്ലാത്തതിനെ പിടിച്ചെന്താക്കി? ഫായിലാക്കി. ഫായിൽ പറഞ്ഞ് ഫീലിൽ മാത്രമല്ല ഉണ്ടാകുക, ഫീലിൽ ഇസ്മായിലും സഫൂലൊക്കെ ഏതുണ്ടാവും? ഫായിൽ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഫീലോ മാനാക്കുള്ളതിനെയോ പറയുന്നത്. പിന്നെ ഇനി കരീനത്തുവാണെന്ന് പറഞ്ഞില്ലേ? തിരിക്കണ കരീനത്തുവാണെന്ന് പറഞ്ഞില്ലേ? കരീനത്തുവാണെന്ന് പറഞ്ഞാൽ അത് വായിച്ചു. വൽ കരീനത്തു, കരീനത്ത് ഇമ്മ ലഫ്ലിയത്തുൻ, ഒന്നുകിൽ ലഫ്ലിയ കരീനത്താണ് ഈ കാര്യം. ലഫ്ലിയ കരീനത്ത് പറഞ്ഞാൽ ഇവൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോഴാണ് നമുക്ക് എന്തോന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇവൻ യഥാർത്ഥ ഫായിലല്ല. ഉദാഹരണം പറഞ്ഞുതരാം. കൗലി മജ്ഹൂലിൽ ഹാലി, അവസ്ഥ അറിയപ്പെടാത്ത ഏതോ ഒരു അപരിചിതൻ നമ്മളോട് പറയും പോലെ. ബഅദ കൗലിഹി അംബിത്തർ റബീൽ ബക്കല, അംബിത്തർ റബീൽ ബക്കലാൻ, വസന്തകാലം പച്ചപ്പുല്ല് മുളപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു ഇന്നല്ലാഹു അലാ ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹു അലാ ഷൈഇൻ ഖദീർ എന്ന് പറയും പോലെ. നമ്മളിപ്പോൾ ആ ചങ്ങായി അപരിചിതനാണ്. മുസ്ലിം ആണോ അല്ല നമുക്കറിയില്ല. ഒരു വ്യക്തി അയാൾ നമ്മോട് പറഞ്ഞു അംബിത്തർ റബീൽ ബക്കല എന്ന് പറഞ്ഞാൽ അയാളെ മനസ്സിൽ തന്നെയാണ് പറഞ്ഞെങ്കിൽ ഹക്കീക്കത്താണ്. കാരണം അയാൾ ചില ഏത് വിശ്വാസക്കാരനാണ് ഈ കാര്യം? അള്ളാഹ് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ് ഈ കാര്യം. അയാൾ വിശ്വാസപ്രകാരത്ത് മുളപ്പിച്ചത് ഏതിൻ്റെയാണ് ഈ കാര്യം? ഈ വസന്തകാലം തന്നെയാണ് ഈ കാര്യം പുല്ല് മുളപ്പിച്ചതെന്നാണ് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾ പറഞ്ഞ ഹക്കീക്കത്താണ്, മജാസല്ല. അതേ സ്ഥലത്തിൽ അയാൾ അതിന് നേരെ ഏക്കലെന്ത് പറഞ്ഞു? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ യഥാർത്ഥ ഫായിലിനെ അല്ല ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. അപ്പോൾ ആ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ലഫ്ദി ഒരു അടയാളമാണ്, ഇയാൾ യഥാർത്ഥ ഫായിലിനെ അല്ല ഉദ്ദേശിച്ചതെന്നുള്ളതിന് അടയാളമാണ്. ഇനി വക കൗലി ഇക്കാനി പറയും പോലെയും ഹസമൽ അമീറുൽ ജുന്ദ, ശത്രുസേനയെ ഭരണാധികാരി വാട്ടിവിട്ടു. വഹുഫി കസ്രിഹി, രാജാവ് അപ്പോൾ കൊട്ടാരത്തിലായിരുന്നു. അപ്പോൾ മനസ്സിലായി ഈ വഹുഫി കസ്രി പറഞ്ഞിട്ടില്ലെങ്കിൽ രാജാവും
എവിടേക്ക് ഇറങ്ങിയെന്ന് നമുക്ക് തോന്നും? പിന്നെ പോർക്കളത്തിലേക്ക് ഇറങ്ങിയെന്ന് തോന്നും. ഇപ്പം രാജാവ് എന്തിനു പോന്നിട്ടില്ല? കൊട്ടാരത്തിനാണുള്ളത്. ഉപ്പരായിട്ട് പോന്നിട്ട് യുദ്ധത്തിന് പോന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഓഫി കസിരി പറഞ്ഞപ്പം ആ ഓഫി കസിരി എന്തിന് അടയാളമാണ്? യഥാർത്ഥ ഫായിലേക്കല്ല ചേർത്തി എന്നുള്ളതിന് അടയാളമാണ്. ഇയോ ഇമ്മ മാനവീയത്തിന് ഒന്നൊക്കെ ലഫ്ലില്ലാത്തതാണ്. ഈ കാര്യം ലഫ്ലില്ലാത്തതിനെയാണ്. മറ്റു ലഫ്ലുണ്ട്. ഓഫി കസിരിഹീന് ഒച്ചുണ്ട്. ഇന്നല്ലാലെ കുഷ്കീനൊക്കെ തൊള്ളയിൽ ഒരു ഒച്ചല്ലേ. ഇനി ഒച്ചല്ലാത്ത അടയാളങ്ങളുണ്ട്, പറഞ്ഞുതരാം. മാനവീയത്ത് എന്നതിന് പറയാം. ഒക്കെ സുദൂരിൽ അവലി നേരത്തെ പറഞ്ഞ അമ്പത്തറബിൽ വക്കലുണ്ടാവും പോലെ, മിന്നൽ മുവാഹിദി ഏകത വിശ്വാസിയിൽ നിന്നുണ്ടാവും പോലെ. ഇവനെ പറ്റി നമുക്ക് ആദ്യം തന്നെ അറിയോ എങ്ങനെ അള്ളാഹ് വിശ്വസിക്കുന്ന ആളാന്ന് പറയാം. അമ്പത്തറബിൽ വക്കലാന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നല്ലാന്ന് പറയണ്ട. പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, യഥാർത്ഥ ഫായിലേക്കല്ല ചേർത്തിയെന്ന് പറയാം. കാരണം എന്താ? കാരണം ഓനെ പറ്റി നമുക്ക് ആദ്യം തന്നെ എന്താ അറിയാമോ, ഓ മുവാഹിദായ വ്യക്തിയാണെന്ന് ആദ്യം അറിയാം. ഇനി വക്കസ്തിഹാനത്ത് കിയാമിൽ മുസ്നദി, ഈ പറയപ്പെട്ട മുസ്നദി നിൽക്കൽ മുഹാലാകുമ്പോൾ അസംഭവ്യമാകും പോലെ ബിൽ മദ്കൂരി പറയപ്പെട്ട മുസ്നദിയിൽ ഒരു ചേർക്കപ്പെട്ടൊരു ഫീലും ഒരു മുസ്നദിയിൽ ഏത് ഫീൽ ഇസ്ലിം ചേർക്ക് തുടങ്ങുന്ന ഇസ്മും ഉണ്ടാകും. ഇവിടെ ഒരു ഫീലും ഒരു ഫായിലും ഉണ്ടാവില്ലേ. ഈ പ്രവൃത്തി ഈ പറയപ്പെട്ട ഫായിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ അവൻ്റെ നിന്നോടുള്ള പ്രേമം എന്നെ നിന്നിലേക്ക് കൊണ്ടുവന്നു പറയാം. നിന്നോടുള്ള പ്രേമം എന്നെ നിന്നിലേക്ക് കൊണ്ടുവന്നു പറയാം. ഇപ്പം കൊണ്ടുവരിക എന്നുള്ള പ്രവൃത്തി ഇയാൾ പറഞ്ഞപ്പോൾ ആരാണ് പ്രേമം കൊണ്ടുവന്നു എന്നാണ്. പ്രേമം കൊണ്ടുവരില്ല എന്ന് ആർക്കറിയാം? ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുതന്നെയാണ് എന്തിന് തെളിവ്? യഥാർത്ഥ ഫായിലല്ല എന്നുള്ളതിന് തെളിവ്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഏത് വരും? കരീനത്തുകൾ വരും. അപ്പോൾ കരീനത്ത് രണ്ട് വിധമാണ്, ലഫ്ലിയത്തും അനവിയത്തും. ബന്ധം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയപ്പെട്ട ഫായിലും ഫീലും തമ്മിൽ എന്ത് വേണം? ബന്ധം വേണമെന്നാണ്. ആ ബന്ധം കാലമാകാം, അതുപോലെ തന്നെ സ്ഥലമാകാം, പലതും ആകാം. മനസ്സിലായില്ലേ?